ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലും ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം നിലവിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ മലയാളത്തിൻ്റെയൊക്കെ മോക്ക് ടെസ്റ്റ് ക്ലാസ്സുകളാണ് ചെയ്തു വരുന്നത്. അപ്പം പലരും വളരെ പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷം. അപ്പം നമ്മൾ എന്നും വീഡിയോ ഇടാൻ പറ്റാറില്ല, കാരണം ടൈമിൻ്റെ കുറച്ച് വിഷയം കാരണം എന്നും വീഡിയോ ഇടാൻ പറ്റാറില്ല. അപ്പം ടൈം കിട്ടുന്നതിനനുസരിച്ച് വീഡിയോ ചെയ്യാം കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൈമിൻ്റെ ഒരു പ്രോബ്ലം കാരണമാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തതെന്ന്. അപ്പം ടൈം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, എ ബേക്കേഴ്സ് ഡസൻ മീൻസ്. പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എ ബേക്കേഴ്സ് ഡസൻ മീൻസ് എന്താണ്? ഓപ്ഷൻസ് 12, ചാരിറ്റി, 13, അലവൻസ്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, 13 ആണ്. എ ബേക്കേഴ്സ് ഡസൻ എന്ന ഇഡിയത്തിൻ്റെ മീനിങ് 13 ആണ്. 13 കേട്ടോ, 13. എ ബേക്കേഴ്സ് ഡസൻ മീൻസ് 13. അടുത്ത ചോദ്യം, ദ മീനിങ് ഓഫ് ബ്രെവിറ്റി. ബ്രെവിറ്റി എന്നതിൻ്റെ മീനിങ്. ഓപ്ഷൻസ് എക്സാഗ്രേഷൻ, കൺസൈസ്നെസ്, എലാബറേഷൻ, ലെങ്ത്. ബ്രെവിറ്റി എന്നതിൻ്റെ മീനിങ്. ഇപ്പോൾ ബ്രെവിറ്റി എന്നതിൻ്റെ അർത്ഥം സംക്ഷിപ്തമായ എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ഹ്രസ്വത, പദപ്രയോഗമിതത്വം, സംക്ഷിപ്തത എന്നൊക്കെ ഒരു മീനിങ് ആണ്. അപ്പോൾ അതേ സെയിം മീനിങ് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ, കൺസൈസ്നെസ്. കൺസൈസ്നെസ്സിൻ്റെ അർത്ഥം ചുരുക്കിയ, സംക്ഷിപ്തമായ, പരിമിതവാക്കായ എന്നൊക്കെ ഒരു മീനിങ് ആണ്. ചുരുക്കിയ അല്ലെങ്കിൽ സംക്ഷിപ്തമായ, പരിമിതവാക്കായ എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഇപ്പോൾ ബ്രെവിറ്റി എന്നതിൻ്റെ മീനിങ് സെയിം മീനിങ് വരുന്നതാണ് കൺസൈസ്നെസ്, സംക്ഷിപ്തമായ എന്നൊരു മീനിങ് ആണ്. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കിയേ. എക്സാഗ്രേഷൻ. എക്സാഗ്രേഷൻ എന്നതിൻ്റെ മീനിങ് എന്താണ്? അതിശയോക്തിയാണല്ലേ. അതിശയോക്തി അല്ലെങ്കിൽ പെരുപ്പിക്കൽ എന്നൊരു മീനിങ് ആണ് അതിശയോക്തി. എക്സാഗ്രേഷൻ എന്നതിൻ്റെ മീനിങ് അതിശയോക്തി. ഇനി എലാബറേഷൻ എന്നതിൻ്റെ മീനിങ് എന്താണ്? വിപുലപ്പെടുത്തൽ അല്ലേ. നീണ്ട സൂക്ഷ്മമായ വിശദീകരണം അല്ലെങ്കിൽ വിപുലപ്പെടുത്തൽ എന്നൊരു മീനിങ് ആണ് എലാബറേഷൻ. അതുപോലെ ലെങ്ത്. ലെങ്ത് എന്നതിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് തന്നെയാണ്, നീളം അല്ലേ. അപ്പം ആ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ബ്രെവിറ്റി എന്നതിൻ്റെ മീനിങ് കൺസൈസ്നെസ് ആണ്, സംക്ഷിപ്തമായ അല്ലെങ്കിൽ ചുരുക്കിയ എന്നൊരു മീനിങ് ആണ്. അടുത്ത ചോദ്യം, ദ വേർഡ് ഹിലേറിയസ് മീൻസ്. ഹിലേറിയസ് എന്ന വാക്കിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദ വേർഡ് ഹിലേറിയസ് മീൻസ്. ഓപ്ഷൻസ് വെരി ആംഗ്രി, വെരി ഫണ്ണി, വെരി ജെലസ്ലി, വെരി ഹംഗ്രി. ഹിലേറിയസ് എന്നതിൻ്റെ മീനിങ് വെരി ഫണ്ണിയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ, വെരി ഫണ്ണിയാണ്. അപ്പോൾ ഹിലേറിയസ് എന്നതിൻ്റെ അർത്ഥം ആഹ്ലാദത്തോടു കൂടിയ അല്ലെങ്കിൽ അത്യന്തം രസകരമായ എന്നൊരു മീനിങ് ആണ്. ആഹ്ലാദത്തോടു കൂടിയ അല്ലെങ്കിൽ അത്യന്തം രസകരമായ. അതിൻ്റെ അർത്ഥം വെരി ഫണ്ണിയാണ്. ഹിലേറിയസിൻ്റെ അർത്ഥം വെരി ഫണ്ണി, ആഹ്ലാദകരമായ അല്ലെങ്കിൽ അത്യന്തം രസകരമായ. ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. വെരി ആംഗ്രി, അതുപോലെ വെരി ഹംഗ്രി, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് തന്നെയാണ്. പിന്നെ വെരി ജെലസ്ലി. ജെലസ്ലി എന്ന് വെച്ചാൽ എന്താണ്? അസൂയ എന്നാണ് കേട്ടോ. ജെലസ്ലി അസൂയ. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഹി ഇൻസിസ്റ്റ് ഡാഷ് ലീവിങ് ഇമ്മീഡിയറ്റ്ലി. ഹി ഇൻസിസ്റ്റ് ഡാഷ് ലീവിങ് ഇമ്മീഡിയറ്റ്ലി. പ്രപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. ഇവിടെ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ആൻസറിലേക്ക് കിടക്കാം. ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്, ഓൺ ആണ്. ഹി ഇൻസിസ്റ്റ് ഓൺ ലീവിങ് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ഓർത്തിരിക്കുക, ഇൻസിസ്റ്റ് എന്ന വാക്കിനോടൊപ്പം ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ഓൺ ആണ്. ഓൺ കേട്ടോ. ഇൻസിസ്റ്റ് എന്ന വാക്കിനോടൊപ്പം ഓൺ എന്ന പ്രപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. ഹി ഇൻസിസ്റ്റ് ഓൺ ലീവിങ് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ടിലൊന്ന് എഴുതിപ്പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ദ കൾപ്രിറ്റ് വാസ് ഡാഷ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുള്ളതാണ്. ദ കൾപ്രിറ്റ് വാസ് ഡാഷ്. ഓപ്ഷൻസ് ഹങ്, ഹങ്ഡ്, ഹാങ്ഡ്, ഹാങ്ങൻ. The culprit was
ഡാഷ്. ഇപ്പോൾ ഇവിടെ എന്താ മീനിങ് വരുന്നത്? കുറ്റവാളിയെ തൂക്കിലേറ്റി അല്ലെങ്കിൽ തൂക്കിക്കൊന്നു എന്നൊരു മീനിങ് ആണ് വരുന്നത്. കുറ്റവാളിയെ തൂക്കിലേറ്റി അല്ലെങ്കിൽ തൂക്കിക്കൊന്നു. അപ്പോൾ തൂക്കിക്കൊന്നു എന്നൊരു മീനിങ് വരുന്നത് ഏതാണ്? അപ്പോൾ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ഹാങ് എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് കേട്ടോ. ഹാങ് എന്ന വാക്കിന് തൂക്കിക്കൊല്ലുക എന്നൊരർത്ഥമുണ്ട്, അതുപോലെ തൂക്കിയിടുക എന്നൊരർത്ഥമുണ്ട്. ഹാങ് HANG എന്ന ഹാങ്ങിന് രണ്ടർത്ഥമുണ്ട്, തൂക്കിക്കൊല്ലുക അതുപോലെ തൂക്കിയിടുക. അപ്പോൾ ഈ തൂക്കിയിടുക എന്ന ഹാങ്ങിൻ്റെ V2 ഫോമും V3 ഫോമും ഹങ് ആണ് കേട്ടോ. ഹാങ്, ഹങ്, ഹങ്. തൂക്കിയിടുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഹാങ്ങിൻ്റെ V1 V2 V3 ഹാങ്, ഹങ്, ഹങ് ആണ്. ഇനി തൂക്കിക്കൊല്ലുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഹാങ്ങിൻ്റെ V1 V2 V3 എന്ന് പറയുന്നത് ഹാങ്, ഹാങ്ഡ്, ഹാങ്ഡ് കേട്ടോ. അപ്പോൾ ഹാങ്, ഹങ്, ഹങ് എന്ന് പറയുമ്പോൾ അത് തൂക്കിയിടുക എന്നൊരർത്ഥത്തിൽ ഉപയോഗിക്കുന്നതിൻ്റെ V1 V2 V3 ആണ്. അതുപോലെ തൂക്കിക്കൊല്ലുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഹാങ്ങിൻ്റെ V2 V3 എന്ന് പറയുന്നത് ഹാങ്ഡ്, ഹാങ്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്? ദ കൾപ്രിറ്റ് വാസ് ഡാഷ്. ഇപ്പോൾ കുറ്റവാളിയെ തൂക്കിലേറ്റി അല്ലെങ്കിൽ തൂക്കിക്കൊന്നു എന്നൊരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഏത് വരും ആൻസർ? ഹാങ്ഡ് ആണല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഹാങ്ഡ് ആണ് ആൻസർ. ദ കൾപ്രിറ്റ് വാസ് ഹാങ്ഡ്. തൂക്കിക്കൊല്ലുക എന്നൊരർത്ഥമാണ് വരുന്നത്. കുറ്റവാളിയെ തൂക്കിലേറ്റി അല്ലെങ്കിൽ തൂക്കിക്കൊന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഹാങ്ഡ് ആണ്. ഹങ്ങിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു, തൂക്കിയിടുക എന്നൊരർത്ഥമാണ് ഹങ്ങിനുള്ളത് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ഏത് എക്സാമെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഈ അടുത്ത് നടന്ന തന്നെ ഒരു എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ് ഇത്, ശ്രദ്ധിച്ചോളുക. അടുത്ത ചോദ്യം, ഫെയ്റ്റ് അക്കംപ്ലി മീൻസ്. ഫെയ്റ്റ് അക്കംപ്ലി മീൻസ് ഓപ്ഷൻസ്: ആൻ അക്കംപ്ലിഷ്ഡ് ഫാക്ട്, ഓൾ ടുഗദർ, ഫ്രീ ഓഫ് ചാർജ്, ഇൻകമ്പയറബിൾ. ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ആൻ അക്കംപ്ലിഷ്ഡ് ഫാക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ആൻ അക്കംപ്ലിഷ്ഡ് ഫാക്റ്റ്, ചെയ്തു കഴിഞ്ഞ കാര്യം കേട്ടോ. ഫെയ്റ്റ് അക്കംപ്ലി എന്നതിൻ്റെ അർത്ഥം ചെയ്തു കഴിഞ്ഞ കാര്യം. ആൻ അക്കംപ്ലിഷ്ഡ് ഫാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അടുത്ത ചോദ്യം, ദ പാസീവ് ഫോം ഓഫ് ഡിഡ് ദ നോയ്സ് ഫ്രൈറ്റൻ യു. ഡിഡ് ദ നോയ്സ് ഫ്രൈറ്റൻ യു എന്നതിൻ്റെ പാസീവ് ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ, ഈസ് യു ഫ്രൈറ്റൻഡ് ബൈ ദ നോയ്സ്. ഓപ്ഷൻ ബി, ആർ യു ഫ്രൈറ്റൻഡ് ബൈ ദ നോയ്സ്. ഓപ്ഷൻ സി, വെയർ യു ഫ്രൈറ്റൻഡ് ബൈ ദ നോയ്സ്. ഓപ്ഷൻ ഡി, ഡു യു ഫ്രൈറ്റൻഡ് ബൈ ദ നോയ്സ്. ഇപ്പോൾ ഇവിടെ എല്ലായിടവും സെയിം തന്നെയാണ്. ഈ ആദ്യത്തെ ഓക്സിലറി വെർബിൽ മാത്രമേ എന്തുള്ളൂ, മാറ്റമുള്ളൂ. ഇവിടെ ഈസാണ്. ഓപ്ഷൻ എയിൽ ഈസാണ്, ഓപ്ഷൻ ബിയിൽ ആറാണ്, ഓപ്ഷൻ സിയിൽ വെയറാണ്, ഓപ്ഷൻ ഡിയിൽ ഡു ആണ്. ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി നോക്കിയേ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും നമ്മൾ ടെൻസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതായത് ആക്റ്റീവ് വോയിസിൽ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് ടെൻസിലാണോ അതേ ടെൻസിൽ തന്നെ ആയിരിക്കണം പാസീവ് വോയിസിലോട്ടും മാറ്റേണ്ടത്. ഇപ്പോൾ ഇവിടെ ആക്റ്റീവ് വോയിസ് തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏതാണ്? ഡിഡ് ദ നോയ്സ് ഫ്രൈറ്റൻ യു. ടെൻസ് ഏതാണ്? പാസ്റ്റ് ആണല്ലേ. ഡിഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ്. അപ്പം ആക്റ്റീവ് വോയിസിൽ ടെൻസ് പാസ്റ്റ് ആണ്. അപ്പം പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോഴും പാസ്റ്റ് തന്നെ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ അത് നോക്കിയേ, പാസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതാണ്? ഓപ്ഷൻ എ നോക്കിയേ, ഈസ് ആണ്. അപ്പോൾ പ്രസൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓപ്ഷൻ ബി, ആർ യു ഫ്രൈറ്റൻഡ്, ആറ് പ്രസൻ്റ് ആണ്. അപ്പോൾ അതും നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഓപ്ഷൻ സി, വെയർ, അത് പാസ്റ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ ഓപ്ഷൻ ഡി, ഡു എന്ന് പറയുന്നതും പ്രസൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പം പാസ്റ്റ് ആയിട്ടുള്ളത് ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ സി, വെയർ യു ഫ്രൈറ്റൻഡ് ബൈ ദ നോയ്സ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ആക്റ്റീവ് വോയിസിലെ ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. അപ്പോൾ പാസ്റ്റ് ആണെങ്കിൽ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോഴും, ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോഴും അതേ ടെൻസ് തന്നെ ആയിരിക്കണം. അതായത് പാസ്റ്റ് ടെൻസ് തന്നെ ആയിരിക്കണം. ഇപ്പോൾ പാസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ, വെയർ യു ഫ്രൈറ്റൻഡ് ബൈ ദ നോയ്സ് കേട്ടോ. ഇങ്ങനെ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് വഴി നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഇഡിയം കാൾ ഇറ്റ് എ ഡേ മീൻസ്.
കാൾ ഇറ്റ് എ ഡേ എന്ന ഇഡിയത്തിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. കാൾ ഇറ്റ് എ ഡേ. ഓപ്ഷൻസ് സ്റ്റോപ്പ് വർക്കിംഗ് ഓൺ സംതിങ്, ഓപ്ഷൻ ബി ഹാവ് എ പ്ലസൻറ്റ് ഡേ, ഓപ്ഷൻ സി വിസിറ്റ് എവരി ഡേ, ഓപ്ഷൻ ഡി ഡോണ്ട് ബി സോ ക്രിട്ടിക്കൽ. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. PSC പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ കാൾ ഇറ്റ് എ ഡേ എന്നതിൻ്റെ അർത്ഥം സ്റ്റോപ്പ് വർക്കിംഗ് ഓൺ സംതിങ് കേട്ടോ. സ്റ്റോപ്പ് വർക്കിംഗ് ഓൺ സംതിങ്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇപ്പോൾ ഒക്കറൻസ് എന്നൊരു വേർഡാണ് തന്നിരിക്കുന്നത്. അത് കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ്? ഒക്കറൻസ് എന്ന വേർഡ് കറക്റ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഒക്കറൻസ്. OCCURRENCE. 2 സിയും 2 ആറും ഉണ്ട്. OCCURRENCE എന്നതാണ് കറക്റ്റായിട്ടുള്ള ഒക്കറൻസിൻ്റെ സ്പെല്ലിംഗ്. അടുത്ത ചോദ്യം, ദ മീനിങ് ഓഫ് മൈൽഡ്. മൈൽഡ് എന്നതിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഓപ്ഷൻസ് സ്ട്രോങ്, വൈൽഡ്, ഹാർഡ്, ജെൻറ്റിൽ. ഇപ്പോൾ മൈൽഡ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ മൈൽഡ് എന്നതിൻ്റെ അർത്ഥം മൃദുവായ അല്ലെങ്കിൽ ശാന്തമായ എന്നൊരു മീനിങ് ആണ് കേട്ടോ. ശാന്തമായ മൃദുവായ എന്നൊക്കെ ഒരു മീനിങ് ആണ്. അപ്പോൾ അതേ സെയിം മീനിങ് വരുന്നത് ജെൻറ്റിലാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ജെൻറ്റിൽ. ഇപ്പോൾ ജെൻറ്റിൽ എന്നതിൻ്റെ അർത്ഥം സൗമ്യമായ, ശാന്തമായ എന്നൊക്കെ ഒരു മീനിങ് ആണ്. മൃദുലമായ, ശാന്തമായ, സൗമ്യമായ എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഇപ്പോൾ മൈൽഡ് എന്നർത്ഥം വരുന്ന വാക്ക് ജെൻറ്റിലാണ്. ഇപ്പോൾ ജെൻറ്റിലിൻ്റെ അർത്ഥം സൗമ്യമായ, ശാന്തമായ എന്നൊക്കെ ഒരു മീനിങ് ആണ്. ബാക്കി വാക്കൊക്കെ അറിയാമല്ലോ. സ്ട്രോങ് നിങ്ങൾക്കറിയാം, ഹാർഡും അറിയാം. പിന്നെ ഓപ്ഷൻ ബി വൈൽഡ്. വൈൽഡ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഉഗ്രമായ, അതുപോലെ കാട്ടിലുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഉഗ്രമായ, ഇണങ്ങാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് വൈൽഡ് കേട്ടോ. അതുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം. അതുപോലെ തന്നെ പല എക്സാമുകളിൽ PSC എക്സാമുകളിൽ മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളും ഇതിലുണ്ട്. മറ്റേ കൾപ്രിറ്റ് വാസ് ഡാഷ് ഹാങ്ഡ് എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്തല്ലോ. അപ്പോൾ അതൊക്കെ പ്രീവിയസ് ഇയർ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റും ആണ്. ഒരുപാട് കൺഫ്യൂഷൻ സാധ്യതയുള്ള മോഡൽ ടൈപ്പ് ചോദ്യമാണത് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ വീഡിയോസ് ഒക്കെ കണ്ടുപോകുക. പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.